കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് കത്തിജ്വലിക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ അത് പോലീസിന്റെ ലോക്കപ്പ് മർദ്ദനവും നരനായാട്ടുമാണ്. ആ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി തന്നെ പ്രതിക്കൂട്ടിലാവുമ്പോൾ പ്രതിപക്ഷത്തിന് നേരെ ഒരു ചെറുവിരലനക്കം നടത്താൻ ഭരണപക്ഷത്തിനാവില്ല എന്നുറപ്പാണ്. എങ്കിലും മാങ്കൂട്ടം നിയമസഭയിൽ കാലുകുത്തിയാൽ അത് കോൺഗ്രസിന് അത്ര നല്ലതല്ല എന്ന് പറയുന്നവർ ധാരാളവുമുണ്ട്. അപ്പോഴും പക്ഷേ പാലക്കാടിന്റെ MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സഭയിൽ എത്തുന്നതിന് നിയമപരമായി യാതൊരു തടസ്സവുമില്ല. മാത്രവുമല്ല, ഇന്ന് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അംഗമോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റോ ഒന്നുമല്ല ഈ പറയുന്ന മാങ്കൂട്ടം. അവിടെയും തങ്ങളിലേക്ക് വിരൽ ചൂണ്ടാനുള്ള എല്ലാ വഴികളും അടക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെ നീറിപ്പുകയുന്നതിനിടയ്ക്ക് മാങ്കൂട്ടം സ്പീക്കർക്ക് മുന്നിലെത്തുകയാണ്. പറഞ്ഞു വരുന്നത് ഇനി വെറും 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നറിയാനായിട്ട്. വരുന്ന തിങ്കളാഴ്ച സഭ ചേരുമ്പോൾ മാങ്കൂട്ടം വന്നാൽ തങ്ങളോടൊപ്പമല്ല എന്ന കാര്യം അറുത്തുമുറിച്ചുകൊണ്ട് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് സ്പീക്കർ ഷംസീർ നൽകിയ കത്തിൽ കൃത്യം പറയുന്നുണ്ട്. ഇനി സ്വതന്ത്രനായി മാങ്കൂട്ടത്തിന് സഭയിലിരിക്കാം, പക്ഷെ അവിടെ സംരക്ഷണം നൽകേണ്ടത് ആര് എന്ന ചോദ്യത്തിന് സകല നേതാക്കളും പറഞ്ഞത് ഒറ്റ ഉത്തരമാണ്: അത് തീർച്ചയായും സ്പീക്കർ സംരക്ഷണം നൽകണം എന്നാണ്. അതുകൊണ്ടാണ് മാങ്കൂട്ടം സ്പീക്കർക്ക് മുന്നിൽ എന്ന് പറയാനും കാരണം. ഇതേ കാര്യം തന്നെയാണ് ഇന്ന് സണ്ണി ജോസഫ് എന്ന KPCC പ്രസിഡന്റ് UDF കൺവീനറുമായ അടൂർ പ്രകാശും പറഞ്ഞത്. എന്നാൽ അതേസമയം രാഹുൽ സഭയിലെത്തിയാൽ സമ്മേളനത്തിന്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തിരിച്ചു കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ ഭരണപക്ഷം മുന്നിട്ടിറങ്ങുമെന്ന ചിന്ത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പോലീസ് മർദ്ദനമടക്കം സർക്കാരിനെതിരെ ഒട്ടേറെ വിഷയങ്ങൾ ഉള്ളപ്പോൾ ചർച്ചകൾ രാഹുലിൽ കേന്ദ്രീകരിക്കുന്ന സാഹചര്യം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ലൈംഗിക ആരോപണം നേരിടുന്ന ഭരണപക്ഷ MLA-മാരെ ഉന്നമിട്ട് രാഹുലിന് പ്രതിരോധം തീർക്കുന്ന പ്രതീതി സൃഷ്ടിക്കേണ്ടതില്ല എന്നാണ് പാർട്ടിയിലെ ഭൂരിപക്ഷ അഭിപ്രായം. രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാരോപിച്ച് ഒരാൾ പോലും ഇതുവരെ പോലീസിനെ സമീപിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ പാർട്ടി തടയുന്നത് ശരിയല്ല എന്ന നിലപാടാണ് ഒരു വിഭാഗത്തിൻ്റെത്. ഇക്കാര്യത്തിൽ സതീശൻ അനാവശ്യ കടുംപിടുത്തം കാട്ടുകയാണ് എന്ന് അവരുടെ പരാതിയുമുണ്ട്. എന്നാൽ രാഹുലിനെതിരെ ഇതുവരെ പുറത്തു വന്നതിനേക്കാൾ ഗുരുതരമായ പരാതികൾ നേതൃത്വത്തിന് മുന്നിലുണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. കേസിൽ നിയമപരമായി മുന്നോട്ട് പോകാനോ വെളിപ്പെടുത്തലുകൾ നടത്താനോ താല്പര്യമില്ല എന്നറിയിച്ച് നേതൃത്വത്തിന് മുന്നിൽ പരാതി അറിയിച്ചവരുണ്ട് എന്നാണ് നേതൃത്വത്തിലുള്ള ചിലർ സ്വകാര്യമായി പറയുന്നത്. പരാതികൾ വ്യാജമായിരുന്നു എങ്കിൽ രാഹുൽ എന്തുകൊണ്ട് അവയൊന്നും ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്നും ഇവർ ചോദിക്കുന്നു. രാഹുലിനെതിരായ പരാതികളിൽ ഉചിതമായ നടപടിയെടുക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയെന്നും പറയുന്നുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂട്ടായ ചർച്ചയിലൂടെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് എന്നാണ് VD സതീശൻ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നത്. എന്തായാലും ഇനി ആകെയുള്ളത് 3 ദിവസം. സ്പീക്കർ സംരക്ഷണം നൽകുമോ എന്നുള്ളത് കണ്ടറിയാം.